ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ ഇപ്പം റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. ഈ നീതി കിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടോ? അവർ ഇതിൻ്റെ മുന്നേ ഈ പ്രശ്നം ഉണ്ടാക്കി ഈ കുട്ടികളെ രക്ഷിതാക്കൾ സ്വാധീനിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഉൾഭയമുണ്ട്. ഇവരിനിയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മകന് തീർത്ത് കളഞ്ഞിട്ടാണല്ലോ അവരിനിയും ഇവിടെ വാഴാൻ പോകുന്നത്. അതിലെനിക്ക് വളരെയേറെ ഒരു വിഷമവും ആശങ്കയുണ്ട്. അവരിനിയും ഇതിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പഴുതടച്ച് പോരും എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. ഇതിലിപ്പം രക്ഷിതാക്കൾ തന്നെ നേരത്തെ പ്രേരണ നൽകി എന്നുള്ളതാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ പ്രേരണ കൊണ്ടാണ് ഈ സ്റ്റേജ് കഴിഞ്ഞ ഇതേ വർഷം ഈ 8ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ ഈ പറഞ്ഞ ഈ പ്രതികളായ ഈ കൊലപാതകൾ ആ കുട്ടികൾ അടിച്ച് പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലായി. അവിടെ പിള്ളേരെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ആ ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കളെ ഈ കുട്ടികളെ നേരെ ആക്രോശിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയും. ഒരാളും നല്ലൊരു അഭിപ്രായം നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ പോലീസുകാരൻ്റെ മകനായി കഴിഞ്ഞാൽ പക്ക ഒരു ക്രിമിനലിലേക്കാണ് പോകുന്നത്. ആരെ അടിച്ചാൽ തിരിച്ച് തല്ലുക, എന്തും ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. രാഷ്ട്രീയം ബലമായി ഉണ്ട്. നമുക്കതൊന്നുമില്ല. നമ്മളൊരു രാഷ്ട്രീയത്തെ എല്ലാവർക്കും നമ്മൾ റെഡിയാണ്. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാം. അന്ന് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ആരാണോ നല്ലത് നമുക്ക് തോന്നുന്നു നമുക്ക് അന്നേരം അതിൻ്റേതായ രീതിയിൽ നമ്മൾ പോകുന്ന ആളുകൾ. ഒരു രാഷ്ട്രീയം കണ്ട് പേടിച്ചു അതൊന്നുമല്ല. നമ്മൾ നല്ലത് എന്താണോ അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരാളെയും വേദനിപ്പിക്കരുത്. ഇതിലിപ്പോൾ ഒരു പൊതു റോഡൊന്നുമല്ല. എന്നാലും നമ്മൾ വഴി പോകുന്നത് നമ്മൾ ആരോടൊന്നും പറയലോ കാണിക്കലോ എന്ന് വെച്ചാൽ അത് നമ്മളൊരു ഇതാണ്. വല്ലവരും ചോദിക്കും ഇത് ഇങ്ങനെ തുറന്നിട്ട്. നമുക്ക് ആ വിഷയമല്ല. അതായത് നമുക്ക് എല്ലാവരും വേണം. നമ്മൾ ഇന്ന് കൂടുതലൊന്നുമില്ല. നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. ഇപ്പോൾ നമ്മളെന്തോ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളതിൽ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട്. ആ ഒരു ചിന്താഗതി മാത്രം ഞാകും. അതുകൊണ്ട് ഇത് ഇനി മറ്റൊരു രക്ഷിതാവിന് ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതായത് മക്കളെ വളർത്തി ഒരു സ്റ്റേജ് വരെ എത്തിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു സ്റ്റേജ് വരെ ആയി വന്ന് ഇനി അവൻ്റെ ഭാവി ഓൻ നോക്കും. അതായത് ഞങ്ങളെയും കൂടി ഒരു ചെറിയൊരു ഭാഗമായിട്ട് നോക്കും എന്നൊരു ചെറിയൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ കൊച്ചാണ്. അതുകൊണ്ട് ഓരനി ഏത് രീതിയിൽ കൊണ്ടുപോക്കണം, എങ്ങനെ കൊണ്ടുപോകണം, ജോലിക്ക് പോകാൻ കഴിയില്ല. ഓനുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ പീടിയൊക്കെ ഒന്ന് വിടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. അതുകൊണ്ട് നീതിപീഠവും ഈ ഗവൺമെൻറ്റിനും ഉറച്ച വിശ്വാസമുണ്ട്. ഇവർ രക്ഷപ്പെടാൻ പാടില്ല. ഇവർക്ക് തക്കമായ ശിക്ഷ കിട്ടാവുന്നതിൽ ഏറ്റവും എന്നാലേ മാതൃകാപരമായിട്ട് പിന്നിലുള്ള രക്ഷിതാക്കൾക്ക് ഇതൊരു പ്രചോദനം. എന്നാൽ ഇനി അങ്ങോട്ട് ഇത് ആവർത്തിക്കാൻ അവർ പോവില്ല. ഏത് കുട്ടികളും 5ാം ക്ലാസ്സിലായാലും 2ാം ക്ലാസ്സിലായാലും അതായത് അന്ന് ക്ലാസ്സിൽ നടക്കുന്ന എന്താ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷിതാവിനോട് പറഞ്ഞാൽ രക്ഷിതാവ് ഗൗരവമായിട്ടെടുത്ത് ടീച്ചേഴ്സിനെ കാണണം. ടീച്ചർ അല്ലെങ്കിൽ കോളേജിൽ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വെച്ച് തന്നെ അവർ തന്നെ തമ്മിൽ കുട്ടികളെ നമ്മൾ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞു. ഇത് വലിയ ആളുകളേക്ക് ഇടപെട്ട് അങ്ങാടിയിലേക്ക് വെച്ച് വൈരാഗ്യം വെച്ച് അത് നമ്മൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. ഇത് പോലീസിൻ്റെ അന്വേഷണം ഈ പറഞ്ഞതുപോലെ മുതിർന്ന ആളുകളൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട്. അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് നടന്നത് എന്നാണ് താമരശ്ശേരി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ അങ്ങനെ രാവിലെ 5 മണിക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോയി 5 മണിയാകുമ്പോൾ വരുന്നു. പിന്നെ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങാടിയിൽ പോയി നമ്മളങ്ങനെ കൂടുതൽ നോക്കുക. പക്ഷേ നമ്മൾക്ക് പല ആളുകളും തരുന്ന ഇത് നോക്കുന്ന സമയത്ത് ഇവർ ഇതിൻ്റെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവലെ ആളുകൾ കുട്ടികളുടെ രക്ഷിതാക്കളും കുടുംബങ്ങളും ഏട്ടനനിയന്മാരിൽപ്പെട്ട മക്കൾ പുറത്തുള്ള ആൾ ഓല് വളഞ്ഞ് നിന്ന് കൊടുത്തതാണ്. എന്നാൽ ഒന്ന് പിടിച്ച് കൊച്ചു കുട്ടികൾ തല്ലിവിടുന്ന സമയത്ത് ആരും സാധാരണ മനസാക്ഷിയുള്ള വ്യക്തികൾ നോക്കി നിൽക്കില്ല. പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടോ എന്ന് പറയുന്നത് അതുപോലും ചെയ്യാതെ ഇവിടെ നോക്കി വീഡിയോ ക്യാമറ നമ്മൾ കിട്ടിയ CCTV ക്യാമറ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു തന്ത്രപൂർവമായിട്ട് ഇത് വകവരുത്തണം എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ചെയ്തതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് ഇത് നീതിപീഠമായി കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും അവർ ഈ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പുറത്തെഴുതി തീരെ താല്പര്യമില്ല. ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷയാണ്. അവർ ഈ പ്രാവശ്യം പരീക്ഷ എഴുതണ്ട, അവർ വീട്ടിലിരിക്കട്ടെ. എന്നാലും അവർക്കൊരു മറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പ്രചോദനമാവും. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിന് നീതിപീഠവും ഗവൺമെൻറ്റും കൺതുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ. നമുക്കതൊക്കെ വിദ്യാഭ്യാസം നമ്മൾ ലേശം പിന്നോട്ടാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ആളുകൾ വന്ന് നമ്മൾ പറയുന്നത് എന്താ മറ്റൊരാളിലേക്ക് ഇത് ഇനി
മറ്റൊരു രക്ഷിതാവിന് വരരുത്. ഒരാൾക്കും പൈസക്കാരനായി കഴിഞ്ഞാലും പാവപ്പെട്ടവനായി കഴിഞ്ഞാലും ഒക്കെ സ്വൈര്യമായി ജീവിക്കണം എന്നുള്ളത്. ഇതിൽ ഇപ്പം ഈ അധ്യാപികയുടെ മകനുണ്ടെന്ന് പറയുന്നു, ഒപ്പം തന്നെ പോലീസുകാരൻ്റെ മകനുണ്ട്. ഈ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം അവർക്ക്. അങ്ങനെ സ്വാധീനത്തിന് വഴങ്ങിപ്പോയേക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ആശങ്കയുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മീഡിയയിലും ബാക്കിയുള്ള ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാലും നിരപരാധി ഉള്ളിലും ചെയ്ത കുറ്റവാളി പുറത്തുവാനുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഒരു സമൂഹത്തിന് ഒരു പാഠമായിട്ട് ഈ ചെയ്ത കുട്ടികൾക്ക് പരമാവധി കിട്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്താൽ വരുന്ന തലമുറയിലേക്ക് ഇതുണ്ടാവില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് ഇതുവരെ. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ പുറം ലോകമായിട്ട് വലിയ ഇതില്ല, എന്നാലും പറയുന്ന ആളുകൾ കേട്ട് നമ്മൾ കഴിയുന്ന ആളുകളോട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഇക്ബാലാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, പക്ഷേ ഈ ഘട്ടത്തിലും നീതി വേണം. ഒപ്പം തന്നെ സമൂഹത്തിൽ ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിക്കരുത് എന്നുള്ള ഉറച്ച കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.